പാഠം 506 പ്രതികാരത്തിന്റെ രീതികൾ. വിദ്യ, ആ ചന്ദ്രപ്പൻ തന്നെ വിളിച്ചിരുന്നു. എന്റെ ഫോണിലേക്ക് രാവിലെ മുതൽ വിളിച്ചോണ്ടിരിക്കുക, ഞാൻ എടുത്തിട്ടില്ല. അതെ, നിന്നെ വിളിക്കുകയാണെങ്കിൽ പറഞ്ഞേരെ, മേലിൽ എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേസ് കൊടുക്കുന്നു. അയാൾ എന്താണ് നാട്ടുകാർ സത്യഭാമയെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ടെ കുറച്ച് കടന്നു പോവും. ശരി. എന്താണ് രാവിലെ വലിയ ഗൗരവത്തിലാണല്ലോ? എന്റെ മോഹനട്ടാ, ഓരോരുത്തരുടെ അഹങ്കാരം നോക്കണേ. ആ തടിമില് നടത്തുന്ന ചന്ദ്രപ്പൻ ഒരു കേസിന്റെ കാര്യത്തിന് എന്നെ വന്ന് കണ്ടിരുന്നു. കേസ് ഞാൻ ഏക്കാന്നും പറഞ്ഞതാണ്, ഫീസും പറഞ്ഞുറപ്പിച്ചു. അത് കഴിഞ്ഞ് ആ കേസില്ലാതെ നടക്കുന്ന പുഷ്പാഗതം വക്കീല് അതിന്റെ പകുതി ഫീസിന് വാദിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ ചന്ദ്രപ്പൻ കേസ് അയാൾക്ക് കൊടുത്തു. ഇന്നലെ ആരോ ചന്ദ്രപ്പനോട് പറഞ്ഞു പുഷ്പാഗതം വക്കീല് വാദിച്ചിട്ടുണ്ടെങ്കിൽ കേസ് തോക്കൂന്ന്. അതോടെ പിന്നെ എന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഫോൺ എടുത്തു തന്നെ. ഇപ്പൊ നീ ചെയ്തത് തെറ്റ്. നിനക്ക് ചന്ദ്രപ്പന്റെ ഫോൺ എടുത്ത് കേസ് വാദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാ പോരെ? ശത്രുക്കളായാലും അവരോട് പെരുമാറുമ്പോൾ നമ്മൾ മാന്യത കാണിക്കണം. എന്റെ ഈശ്വരാ, ഇതാരായി പറയുന്നത്? ഇതിനെയാണ് നമ്മൾ ചെകുത്താൻ വേദമോതുന്നു എന്ന് പറയുന്നത്. ലോകത്തുള്ള സകലരോട് ദേഷ്യപ്പെട്ടു മാത്രം സംസാരിക്കുന്ന മോഹനേട്ടൻ എന്നെ ഉപദേശിക്കുന്നു ശത്രുക്കളെ സ്നേഹിക്കണം എന്ന്. വില്ലേജ് ആര്? യേശു ക്രിസ്തു. ചന്ദ്രപ്പനായിരിക്കും. മൊബൈൽ വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ട് ലാൻഡ് ഫോൺ വിളിക്കുകയാണ്. എന്റെ വാലിരിക്കുന്ന കേട്ടിട്ട് ചന്ദ്രപ്പൻ അടങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഹലോ, അതെ. ഇല്ല, മനസ്സിലായില്ല. സതീശ, ഇതെവിടെ ഉണ്ട്? തന്നെ പറ്റി എന്തെങ്കിലും ഒന്ന് കേട്ടിട്ട് കാലം എത്രയായി? അതെയോ? ആഹാ, അപ്പൊ എന്നാ വന്നത്? കൊള്ളാം. പറ, പിന്നെന്തൊരു വിശേഷം? എന്നെ കാണാനോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, 11 മണി കഴിയുമ്പോഴേക്കും വക്കീൽ ഓഫീസിലേക്ക് വന്നാൽ മതി. ഓഫീസ് അറിയാലോ അല്ലേ? വീട്ടിലേക്കോ? അങ്ങനെയാണെങ്കിൽ 10 മണിക്ക് പിന്നെ വാ. പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞ് നേരെ വരുമ്പോ ഇടതുവശത്ത് കാണുന്ന വീടാണ്. സംശയം ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചാൽ മതി. ശരി. ഈ വീട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞ് നേരെ വരുമ്പോൾ ഇടതുവശത്ത് കാണുന്ന വീട് എന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണന്റെ വീട് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇത് വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണനെ അറിയാത്ത ഒരാളാണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഈ നാട്ടിൽ എന്നെ അറിയാത്ത ഒരാളോ? അതാരാ? ആളീ നാട്ടുകാരൻ തന്നെയാണ്. പക്ഷെ 5-6 കൊല്ലമായിട്ട് ആള് ഗൾഫിലായിരുന്നു. നമ്മളിവിടെ താമസിക്കാൻ വരുന്നതിന് മുന്നേ ആള് ഗൾഫിലായി പോയി. അങ്ങനെ ഒരാൾക്ക് നിന്നെ എങ്ങനെ അറിയാം? എന്റെ മോഹനേട്ടാ, ലോ കോളേജിൽ എന്റെ കൂടെ പഠിച്ച സതീഷനാണ് കക്ഷി. ആദ്യത്തെ 2 കൊല്ലം LB-ക്ക് പഠിച്ചിട്ട് പഠിപ്പ് മതിയാക്കി ആശാൻ ഗൾഫിലേക്ക് പോയി. പിന്നെ ഇപ്പോഴാണ് ആളെ പറ്റി ഒരു വിവരം കിട്ടുന്നത്. ഈ സതീശൻ ഇപ്പോഴെന്തിനാ നിന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നത്? അതെന്താന്ന് പറഞ്ഞില്ല, നേരിട്ട് കണ്ട കാര്യമെന്ന് പറഞ്ഞു. വല്ല കേസിന്റെ കാര്യമായിരിക്കും, അല്ലാണ്ടെന്താ? മേൽ പറഞ്ഞ സതീശൻ 5-6 കൊല്ലമായി ഗൾഫിലായിരുന്നു എന്നാണ് നീ പറഞ്ഞത്. 5-6 കൊല്ലം ഗൾഫിൽ കഴിഞ്ഞ ഒരാളുടെ കയ്യിൽ ആവശ്യത്തിലധികം കാശുണ്ടാവില്ലേ? ഉണ്ടാവും. അങ്ങനെ കയ്യിൽ കാശുള്ളവർക്ക് ഒരു വക്കീലിനെ ആവശ്യം വന്നാൽ അവർ കൊള്ളാവുന്ന വക്കീലിനല്ലേ കേസ് ഏൽപ്പിക്കൂ? അല്ല, മിക്കവാറും സതീശൻ ഗൾഫിൽ കിടന്ന് 5-6 കൊല്ലം നരകിച്ച് കയ്യിൽ 10 പൈസ ഇല്ലാതെ തിരിച്ചു വരികയായിരിക്കും. അല്ല, അങ്ങനെയുള്ളവർക്ക് വേറെ നല്ല വക്കീലിനെ കിട്ടില്ലല്ലോ. നീ ആകുമ്പോ കൂടെ പഠിച്ച ആള് ഫീസ് കയറാതെ കേസ് നടത്തിക്കാലോ വിചാരിച്ചാണ്. മോഹനേട്ടാ, ഇപ്പൊ പറഞ്ഞതിൽ തെറ്റുകൊണ്ട് ശരിയുണ്ട്. ഒന്നാമത്, സതീശൻ ഗൾഫിൽ നിന്ന് തെണ്ടി തിരിഞ്ഞു വരികയല്ല, കൈ നിറയെ കാശുണ്ടാക്കിയിട്ടാണ് വരവ്. ഇത് രണ്ടാമത്, സതീശൻ എന്നെ തന്നെ കേസെടുപ്പിക്കാൻ കാരണം വേറെ വക്കീലന്മാർക്ക് കാശ് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടോ എന്നേക്കാൾ നല്ല വക്കീലന്മാരില്ലാത്തതുകൊണ്ടോ അല്ല. കോളേജിൽ പഠിക്കുമ്പോ സതീശൻ എന്നോട് ഭയങ്കര പ്രേമമായിരുന്നു, അതാണ് കാര്യം.
വെച്ചാൽ പ്രേമം എന്ന് പറഞ്ഞ എന്താണെന്ന് മോഹനേട്ടൻ അറിഞ്ഞൂടെ? അല്ല, വില്ലേജ് ഓഫീസർക്ക് അതെങ്ങനെ അറിയാനാണ്? ഈ പ്രേമം എന്ന് പറഞ്ഞത് മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ലേ? കടുവകൾക്കത് മനസ്സിലാവില്ല. ഓ, ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയണം. ഈ പ്രേമം എന്നതുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, ലോ കോളേജിൽ ആദ്യത്തെ 2 കൊല്ലമാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്. സതീശൻ എന്നോട് ഭയങ്കര പ്രേമമായിരുന്നു. എപ്പോഴും എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കും. എന്നെ കാണുമ്പോഴൊക്കെ ഓടി വന്ന് വർത്താനം പറയും. കോളേജിൽ എല്ലാവർക്കും അതറിയായിരുന്നു. എന്നിട്ടെന്താ, 2 കൊല്ലം കഴിഞ്ഞപ്പോ ഗൾഫിൽ ജോലി കിട്ടി സതീഷ് അങ്ങ് പോയി. കഷ്ടമായി പോയി എന്ന് പറഞ്ഞാൽ ഇതെന്താണ് മോഹനേട്ടാ ഇങ്ങനെയൊക്കെ ചോദിക്കണേ? നമ്മളെ ജീവനെ പോലെ പ്രേമിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം പിരിഞ്ഞു പോകുമ്പോ കഷ്ടായി പോയി എന്നല്ലാതെ പിന്നെ വേറെന്താ പറയാ? ഓ, അപ്പോ നിനക്കും അയാളുടെ പ്രേമമായിരുന്നു? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സതീഷ് എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല. ചോദിച്ചാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പരിപാടി കോളേജിൽ പോയി പഠിക്കേണ്ട സമയത്ത് ഏതോ സതീശന്റെ കൂടെ അങ്ങ് നടന്നു. നീ വാങ്ങിക്കുന്ന കേസൊക്കെ തോന്നി പണ്ടാണ് പോയത്. മോഹനേട്ടൻ ഈ പറഞ്ഞത് തീരെ ശരിയായില്ല. ഒന്നാമത് ഞാൻ ലോ കോളേജിൽ പോയി നല്ല ഭംഗിയായി പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ്സിലാണ് ഞാൻ LLB പാസ്സായത്. രണ്ടാമത്, ഞാൻ അങ്ങനെ വാദിക്കുന്ന കേസൊന്നും തോൽക്കുന്ന ഒരു വക്കീലല്ല. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മോഹനേട്ടൻ നാട്ടിൽ നിന്ന് ഇറങ്ങി അന്വേഷിച്ച് നോക്ക്. അല്ല പിന്നെ. എന്നാൽ എത്ര വർഷത്തിന് ശേഷം സതീഷിനെ കാണുന്നത്? സത്യം പറഞ്ഞാൽ സതീഷിനെ ഈ ജന്മത്തിന് കാണാൻ പറ്റുന്ന ഞാൻ കരുതിയതല്ല. ദൈവമായിട്ടാണ് സതീഷിനെ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. സതീശൻ ഇവിടെ വരാൻ പറ്റില്ല. പറ്റില്ലേ? കാരണം എന്താ? ഇത് എന്റെ വീടാണ്. ഇവിടെ ആര് വരണം ആര് വരണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അതെവിടെ തന്നെയാ മോഹനേട്ടാ? ഇതെന്റെയും കൂടി വീടാണ്. ഇവിടെ ആര് വരണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുമുണ്ട്. പക്ഷേ സതീശൻ ഇവിടെ വരുന്നത് എനിക്കിഷ്ടമല്ല. മോഹനേട്ടനെ കാണാനല്ലോ സതീശൻ വരുന്നത്, എന്നെ കാണാനല്ലേ. എന്നെ കാണാൻ വരുന്ന ഒരാളെ മോഹനേട്ടൻ ഇഷ്ടപ്പെടേണ്ട കാര്യം എന്താണ്? കോളേജിൽ പോയ കാലത്ത് പഠിക്കാതെ വല്ല പെണ്ണുങ്ങളുടെയും പിന്നാലെ നടന്ന് ഭാവി നശിപ്പിച്ച ഒരാളാണ് ഈ സതീശൻ. അങ്ങനെ ഒരാളെ എങ്ങനെ ഈ വീട്ടിൽ കയറ്റും? ഭാവി നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൂടാ. സതീശൻ ഗൾഫിൽ പോയി ലക്ഷക്കണക്കിന് രൂപയുണ്ടാക്കി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജിൽ പോകുന്നതും പഠിക്കുന്നതും ഒക്കെ ഒരു ജോലി കിട്ടാനല്ലേ. ജോലി കിട്ടുന്നത് ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കാനും. അങ്ങനെ നോക്കുമ്പോ സതീശൻ കാണിച്ചതല്ലേ ബുദ്ധി. വെറുതെ 4-5 കൊല്ലം പഠിച്ച് വക്കീലായി പിന്നെ കേസ് അന്വേഷിച്ച് നടന്ന് കഷ്ടപ്പെട്ടാൽ കിട്ടുന്നതിന്റെ എത്രയോ ഇരട്ടി കാശ് അയാളിപ്പോ ഉണ്ടാക്കി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സതീഷിനെ പോലുള്ളവരാണ് ബുദ്ധിമാന്മാർ. അപ്പൊ നീ പറഞ്ഞു വരുന്നത് വിദ്യാഭ്യാസത്തെക്കാൾ വലുതാണ് പണം എന്നാണോ? ഒരുത്തൻ എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കിയാൽ കഷ്ടപ്പെട്ട് പഠിച്ച് ഡിഗ്രി എടുത്തവരെക്കാൾ കേമനാകും എന്ന്. നിന്റെ മനസ്സിലിപ്പോഴല്ലേ പുറത്തുന്നത്? ഞാൻ പറഞ്ഞതിൽ എന്താണ് മോഹനയുടെ തെറ്റ്? മോഹനയുടെ വലിയ ഡിഗ്രിക്കാരനല്ലേ? BSc കെമിസ്ട്രി 1ാം ക്ലാസ്. ഓ, BSc കെമിസ്ട്രി 1ാം ക്ലാസ്. എന്നിട്ട് മോഹനയുടെ ഇത് നേടി ഒരു സാധാ വില്ലേജ് ഓഫീസർ. മാസം സർക്കാർ എണ്ണി തരുന്ന 24,000 രൂപയ്ക്ക് വേണ്ടി രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കഷ്ടപ്പാട്. സതീഷിനോ പറയുമ്പോ ഡിഗ്രി ഇല്ല, പക്ഷേ സ്വന്തമായിട്ട് എന്തുമാത്രം ബിസിനസ് ആയിരിക്കും. കൈ നിറയെ കാശ്, സ്വന്തമായിട്ട് വീട്, കാറുകൾ പലതരം. അങ്ങനെ നോക്കുമ്പോ ഈ ഡിഗ്രിക്കാരൻ വില്ലേജ് ഓഫീസറെക്കാട്ടിൽ എത്രയോ കേമനാണ് ഡിഗ്രി ഇല്ലാത്ത സതീശൻ. മോഹനേട്ടാ, മണി 9:30. ഇനിയും തർക്കിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ ആഫീസിലെത്താൻ വൈകും. കൃത്യം 10 മണിക്ക് ആഫീസിൽ ചെന്ന് കരം തീർത്ത് രസീത് കൊടുത്തെങ്കിൽ മാത്രമല്ലേ മാസാവസാനം 24,000 രൂപ ശമ്പളം തരാൻ സർക്കാർ ഖജനാവിൽ കാശുണ്ടാവുള്ളൂ. കൈ കഴുകി വന്നിട്ടുണ്ടെങ്കിൽ കാപ്പി എടുത്തു തരാം. എനിക്ക് കാപ്പി വേണ്ട. കൃഷ്ണൻകുട്ടിയുടെ ചായക്കട കഴിച്ചോളാം. കണ്ടോ, ഇത് തന്നെയാണ് വ്യത്യാസം. മോഹനേട്ടൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് കഴിക്കുമ്പോൾ സതീശൻ കഴിക്കുന്നതോ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നാവും. അഹങ്കാരി, നിനക്ക് അഭിച്ചിട്ടുണ്ടോ? ഇറങ്ങുന്ന
എക്സ്ക്യൂസ് മീ, ഇവിടെ അടുത്തൊരു വില്ലേജ് ഓഫീസർ താമസം ഉണ്ടല്ലോ, ആ വീട് അറിയോ? മോഹനകൃഷ്ണൻ എന്നാ പേര്. പുള്ളിക്കാരന്റെ ഭാര്യ ഒരു വക്കീല, സത്യഭാമ. അവര് വിളിച്ചിട്ടാ ഞാൻ വന്നത്. കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. സത്യഭാമ വക്കീലിന്റെ ആരാ? അങ്ങനെ ചോദിച്ചാ ഞാൻ എന്താ പറയാ? പിന്നെ ചേട്ടനെ കണ്ടിട്ടൊരു മാന്യനാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ പറയാം. എന്റെ പേര് സതീശൻ. ഈ സത്യഭാമയും ഞാനും ഒരുമിച്ച് പഠിച്ചതാ. ഞങ്ങൾ തമ്മിൽ വലിയ അടുപ്പമായിരുന്നു. അടുപ്പെന്ന് വെച്ചാ? സത്യം പറയാലേ ഏട്ടാ, ഞാനും അവളും തമ്മിൽ ഭയങ്കര പ്രേമമായിരുന്നു. കല്യാണം കഴിക്കാണ്ടിരുന്നതാ ഞങ്ങള്. അതിനിടയിൽ എനിക്ക് ഗൾഫിൽ ജോലി കിട്ടി. പോകാതിരിക്കാൻ പറ്റുമോ? ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുള്ള ജോലിയല്ലേ. ഞാനങ്ങ് പോയി. ഇതിനിടയിൽ സത്യഭാമയുടെ അച്ഛൻ അവളെ ഏതോ ഒരു വില്ലേജ് ഓഫീസറെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥൻ മതി മരുമകനായിട്ട് എന്ന് പറഞ്ഞാ കല്യാണം നടത്തിയത്. ഇക്കാലത്ത് ബോധമുള്ള ആരെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന് മോളെ കെട്ടിച്ചു കൊടുക്കുവോ? നക്കാപ്പിച്ച ശമ്പളം കിട്ടും. സമൂഹത്തിന് വല്ല വിലയുണ്ടോ? അതും ഇല്ല. ഞാൻ അതുപോലെയാണോ? ഭയങ്കര പൈസക്കാരനല്ലേ? സത്യഭാമയ്ക്ക് ഭാഗ്യമില്ല, അത്ര തന്നെ. അല്ല, ചേട്ടനെ കണ്ടിട്ടൊരു മാന്യനാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതേ വേറെ ആരോടും പറയണ്ട. വേറെ ആരോടും പറയില്ല. അല്ല, ആ വീട് അവിടെ അങ്ങോട്ടല്ല, ഇവൻ നേരെ അങ്ങ് പോയാ മതി. ഒരു 4-4.5 കിലോമീറ്റർ കഴിയുമ്പോ ഒരു വലത്തോട്ടൊരു വഴി കാണും. അതുവഴി ഒരു 1.5 കിലോമീറ്റർ പോകുമ്പോ ആരോടെങ്കിലും ചോദിച്ചാൽ മതി. പക്ഷെ വീട് ഈ ഭാഗത്ത് എവിടെയാണെന്നാണല്ലോ. അതൊന്നും അല്ല, ഈ ഭാഗത്തുള്ളത് വില്ലേജ് ഓഫീസറുടെ അല്ല, അത് കൃഷി ഓഫീസറുടെ വീടാ. ഓ ശരി 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 ശരി, പോകുമ്പോ അപ്പോ ഈ വഴി 4 കിലോമീറ്റർ സ്റ്റാർട്ട് ചെയ്ത് പോയാൽ മതി. 4 കിലോമീറ്റർ 4 കിലോമീറ്റർ കഴിയുമ്പോ കാണാം. ഓ ശരി എന്നാ, താങ്ക്സ്. ഹലോ. മോഹനേട്ടാ, ഞാനാ. സതീഷിന്റെ അവിടെ വന്നിരുന്നു. ഇപ്പൊ വന്നിട്ട് പോയതേ ഉള്ളൂ. പാവത്തിനെ ആരോ പറ്റിച്ചതാ. വഴി വെച്ച് കണ്ട ഏതോ അലവിലാതി വഴി തെറ്റിച്ച് പറഞ്ഞു കൊടുത്തതെന്ന്. സതീശൻ ഇവിടെ അടുത്ത് കുറച്ച് വസ്തു വാങ്ങിയിട്ടുണ്ട്. അത് പോക്കുവരവ് വെച്ചാനായി വില്ലേജ് ഓഫീസിൽ വരാനിരിക്കുമ്പോഴാണ് വില്ലേജ് ഓഫീസർ എന്റെ ഭർത്താവാണ് എന്നറിയുന്നത്. സതീശൻ കുറച്ച് കഴിയുമ്പോൾ വില്ലേജ് ഓഫീസിലേക്ക് വരും. ആ പോക്കുവരവ് പെട്ടെന്നൊന്ന് ശരിയാക്കി കൊടുക്കണേ. പെട്ടെന്ന് ശരിയാക്കി കൊടുക്കാം. അതെ, ഞാൻ പറഞ്ഞ പിന്നെ മോഹനേട്ടൻ താമസിപ്പിക്കില്ല എന്ന് ഞാൻ സതീഷിനോട് പറഞ്ഞു പോയി. ഒട്ടും താമസിപ്പിക്കില്ല. താമസിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വില പോകും, അറിയാലോ. അറിയാം. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ശരിയാക്കി കൊടുക്കാം. നല്ല മോഹനേട്ടൻ. സാർ, ഒരാള് കാണാൻ വന്നിട്ടുണ്ട്. ആര്? സതീശൻ എന്നാ പറഞ്ഞു. ഒരാധാരം പോക്കുവരവ് ചെയ്യാൻ. പക്ഷേ കാഞ്ചന സാർ പറയുന്നത് ആ സർവേ നമ്പർ പ്രശ്നമാണെന്നാ. അത് പറഞ്ഞപ്പോ അയാൾ ദേഷ്യപ്പെടുന്നു. സാർ അയാളുടെ സ്വന്തം ആളാ, സാറിനെ വിളിക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു സാർ. ഞാൻ വരാം. ശിശുവാലം പൊയ്ക്കോ. ഓ സാർ. ആ സർവേ നമ്പർ തെറ്റിച്ചത് നീ തന്നെയാ. സർവേ നമ്പർ നിങ്ങളൊന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് പറയാനുള്ളത് ഞാൻ വില്ലേജ് ഓഫീസറോട് പറഞ്ഞോളാം. ഞാൻ ആരാണെന്ന് അദ്ദേഹത്തിന് അറിയാം. നീ ആരാ?
ഇയാളാണോ വില്ലേജ് ഓഫീസർ? എന്താണ് സതീശ അന്തം വിട്ട് നോക്കുന്നത്? അല്ല, സാറാണോ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ? ഏ? അപ്പൊ താനല്ലേ പറഞ്ഞു തനിക്ക് വില്ലേജ് ഓഫീസറെ നല്ല പരിചയമാണെന്ന്? സാറിനെ കണ്ടിട്ട് അറിയുന്ന പോലും ഇല്ലല്ലോ. അല്ല, അത് ഞാൻ ഉദ്ദേശിച്ചത്. സതീശ ഒരുപാട് ഉദ്ദേശിക്കണ്ട. ഒന്നേ വാ. ചെല്ല്. സതീശന് കാര്യങ്ങളിൽ കിടപ്പേതാണ്ട് മനസ്സിലായി കാണുമല്ലോ. സാർ, ഞാൻ ആളറിയാതെ. അതെന്ത് വർത്താന സതീശ? വഴിയരികിൽ കാണുന്ന ഒരു പരിചയമില്ലാത്ത ഒരാളോട് ഒരു സ്ത്രീയെ പറ്റി അനാവശ്യം പറയുന്നത് ശരിയാണോ? സാറായിരുന്നു സത്യഭാമയുടെ ഭർത്താവെന്ന് എനിക്കറിയില്ലായിരുന്നു. അതെനിക്ക് മനസ്സിലായി. ആളെ തിരിച്ചറിഞ്ഞ സതീശ അത് പറയില്ലായിരുന്നല്ലോ. ക്ഷമിക്കണം സാർ. താനെന്താ പറഞ്ഞത്? യാതൊരു വിലയുമില്ലാത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കല്യാണം കഴിച്ചത് സത്യഭാമയുടെ കഷ്ടകാലം കൊണ്ടാണെന്നോ? സത്യം പറ. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? കള്ളം പറഞ്ഞ ആ പോക്ക് വരവ് ജന്മത്ത് നടക്കില്ല. സത്യം പറയല്ല സാറേ. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് സത്യഭാമയോട് പ്രേമമായിരുന്നു. പക്ഷേ അവൾക്ക് എന്നെ കണ്ണെടുത്ത കണ്ടുകൂടായിരുന്നു. അതുകൊണ്ട് ഞാൻ 3-4 പേരോട് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലാണെന്ന്. കള്ളം പറഞ്ഞതാ. സത്യഭാമ എനിക്കെതിരെ കേസ് കൊടുത്തു. അങ്ങനെയാ എനിക്ക് പഠിത്തം നിർത്തി ഗൾഫിൽ പോകേണ്ടി വന്നത്. സർ, സത്യമാണ് സർ. എന്റെ പോക്കോരെ ശരിയാക്കി തരണം, ഇല്ലെങ്കിൽ എന്റെ കാര്യം പോക്കാവും. ഒരിക്കൽ ഭാമയെ പറ്റി അനാവശ്യം പറഞ്ഞതിന് സതീശന് കിട്ടാനുള്ളത് കിട്ടിയതാണ്. എന്നിട്ടും പഠിക്കാതെ ഇപ്പോഴും അതേ പരിപാടി തുടരുന്നു. ഇനി ഈ ജന്മത്ത് ഞാൻ സത്യഭാമയെ പറ്റി ഒന്നും പറയില്ല സർ. വേറെ പെണ്ണുങ്ങളെ പറ്റി പറയോ? ഇല്ല സർ. വാ. അപ്പോ എങ്ങനെയാ കാഞ്ചന ഈ സതീശന്റെ കാര്യം? സാറിന് സമ്മതമാണെങ്കിൽ പോക്കുവരവ് ചെയ്യാം. പക്ഷെ സർവേ നമ്പർ പ്രശ്നമാണ്. പിന്നെ എങ്ങനെ പോകുകയും? സാറിന് പരിചയമുള്ള ആളാണെങ്കിൽ. എനിക്ക് പരിചയമുണ്ട്. പരിചയം എന്ന് പറഞ്ഞാ പോരാ, നല്ല പരിചയം ഇല്ലേ സതീശ? അതുകൊണ്ട് നിങ്ങൾക്ക് സതീശൻ പോയി ഈ സർവേ നമ്പറൊക്കെ ഒന്ന് ശരിയായി കൊണ്ടുപോവാ. അയ്യോ, ആധാരം എന്നിട്ട് പോകുകയും ചെയ്യാം. അയ്യോ സാറേ. ഇറങ്ങാൻ പറഞ്ഞാ ഇറങ്ങണം. ഞങ്ങൾക്കൂടെ വേറെ ഒരുപാട് ജോലിയുള്ളതാണ്. എന്താ സാർ സംഭവം? ഒന്നുമില്ല, ഒരു പഴയ പ്രേമത്തിന്റെ പ്രശ്നം. പ്രേമോ? ആര് തമ്മില്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ആര് തമ്മിലാ ശരിക്കും പ്രേമം? ഭാമേ. സാർ നേരത്തെ എത്തിയോ? എന്തു പറ്റി? ഭാമേ. ആഹാ, ഇതെന്തു പറ്റി? മോഹനോട് നേരത്തെ ആണല്ലോ. ഉച്ച കഴിഞ്ഞ് താലൂക്ക് ഓഫീസ് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. താലൂക്ക് ഓഫീസ് ഇറങ്ങിയപ്പോ വൈകി. പിന്നെ പോകാൻ നേരെ വന്നു. സതീശന്റെ വസ്തുപോക്കുവരവ് എന്തായി? സതീശൻ നിന്നെ വിളിച്ച് പറഞ്ഞില്ലേ? എന്തു പറ്റി? നീ എന്തിനാ രാവിലെ കള്ളം പറഞ്ഞത്? എന്ത് കള്ളം? സതീശനുമായിട്ട് പ്രേമമായിരുന്നു എന്ന് നീ പറഞ്ഞില്ലേ? സതീശൻ എന്നോട് ഭയങ്കര പ്രേമമായിരുന്നു ഞാൻ പറഞ്ഞു. അതല്ലാതെ എനിക്ക് അങ്ങോട്ട് പ്രേമം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. നീ കാരണല്ലേ സതീശൻ പഠിത്തം നിർത്തി പോയത്. ഇതാര് പറഞ്ഞു? സതീശൻ. അയാള് നിന്റെ പിന്നാലെ നടന്നുവെന്നും മറ്റുള്ളവർക്ക് എന്തൊക്കെ കഥകൾ പറഞ്ഞുവെന്നും ഒടുവിൽ നീ പരാതി കൊടുത്തു എന്നും ഒക്കെ പറഞ്ഞു. അത്ര സ്വഭാവമുള്ള ഒരാളോട് നീ എന്തിനാ വീട്ടിൽ വരാൻ പറഞ്ഞത്? അത് കൊള്ളാലോ. എത്ര വലിയ ശത്രുക്കളായാലും നമ്മൾ അവരോട് മാന്യമായിട്ട് പെരുമാറണം എന്നല്ലേ സാർ രാവിലെ എന്നോട് പറഞ്ഞത്? സതീഷൻ എന്നെ വിളിച്ച് അത്യാവശ്യമായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല എന്ന് പറയുന്ന മര്യാദയാണോ? അതുകൊണ്ട് ഞാൻ വരാൻ പറഞ്ഞു. പഠിച്ച് ഡിഗ്രി പാസ്സായി വില്ലേജ് ഓഫീസറായ എന്നേക്കാൾ കേമനാണ് ആ സതീശൻ നീ പറഞ്ഞില്ലേ? അത് ഞാൻ പറഞ്ഞതല്ലോ. മോഹനേട്ടൻ എന്നെ പ്രകോപിപ്പിച്ച് പറയിച്ചതല്ലേ?
സതീശൻ വരുന്ന എന്തെങ്കിലും കേസിന്റെ കാര്യത്തിനായിരിക്കും എന്ന് ഞാൻ പറഞ്ഞപ്പോ കയ്യിൽ കാശുള്ളവർക്ക് നല്ല വക്കീലിനെ കിട്ടില്ലേ എന്ന് ചോദിച്ചത് സാറാണ്. അവ പിന്നെ അങ്ങനെ വിട്ടു തരുവോ? മോഹനോട് പറഞ്ഞതുപോലെ ഞാൻ തിരിച്ചു പറഞ്ഞു. നീ അങ്ങനെ പറഞ്ഞ കാരണം വഴി വെച്ച് കണ്ടപ്പോ ഞാനാ സതീശനെ വഴിതിരിച്ച് പറഞ്ഞു വിട്ടത്. എനിക്കതപ്പോഴേ മനസ്സിലായിരുന്നു. ആരാണ് വഴി പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ നല്ല തേച്ചും എനിക്ക് ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട ഒരാളാണ് എന്ന് സതീശനോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, കയ്യിൽ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 4 മടക്കാൻ പറ്റുന്ന ഒരു കുടയുണ്ടോ എന്ന്. അപ്പൊ സതീശൻ ഈ കുടയുടെ കാര്യം പറഞ്ഞു. അവൻ എന്നോട് പറയാ നീയും അവന് തമ്മിൽ പണ്ട് ഭയങ്കര പ്രേമമായിരുന്നെന്ന്. പണ്ടത് പറഞ്ഞതിനാണ് പഠിത്തം നിർത്തി പോകേണ്ടി വന്നത്. ചെറുതായിട്ട് പേടിപ്പിച്ചു. വേറെ ഏതെങ്കിലും ആണുങ്ങളെ പറ്റി ഞാൻ പുകഴ്ത്തി പറയുമ്പോ മോഹനേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കാണാൻ ഭയങ്കര രസമല്ലേ? എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അങ്ങനെ ദേഷ്യം വരുന്നത്? ആ, വേറെ വഴിക്കുന്ന ഇഷ്ടം കാണിക്കാൻ മോഹനേട്ടൻ അറിയില്ലല്ലോ. എന്നാ പിന്നെ ഇങ്ങനെ ആവട്ടെ എന്ന് കരുതി. എന്നാ പിന്നെ നിനക്ക് ഇഷ്ടമുള്ള സ്നേഹം പ്രകടിപ്പിക്കണേ. ഭർത്താവിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ സത്യഭാമയ്ക്ക് പറ്റുമായിരുന്നു. ഭാര്യയെപ്പറ്റി ഒരാൾ അനാവശ്യം പറഞ്ഞപ്പോൾ അത് വകവയ്ക്കാതിരിക്കാൻ മോഹനകൃഷ്ണനും ആവുമായിരുന്നു. രണ്ടും നടന്നില്ല. എന്തായാലും അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ തീർന്ന നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം.